നമ്മൾ നമ്മളെ തന്നെ വിളിക്കുന്നത് പുതിയ നിയമ ക്രിസ്തീയ കൂട്ടായ്മ എന്നാണ്. ഈ രണ്ട് വാചകങ്ങളും പ്രധാനപ്പെട്ടതാണ്. നാം പലപ്പോഴും പുതിയ നിയമത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. ഇതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ഇവിടെ ഇരിക്കുന്ന എല്ലാ സഹോദരീസന്മാരും അതുപോലെ കുഞ്ഞുങ്ങളും നമ്മൾ ഈ പുതിയ നിയമത്തിന് കീഴിലായിരിക്കുന്നതിൻ്റെ പദവിയും ബഹുമാനവും എന്താണെന്ന് തിരിച്ചറിയണം. ഈ സഭയിലായിരിക്കുന്നതിൻ്റെ അല്ല, പുതിയ നിയമത്തിലായിരിക്കുന്നതിൻ്റെ. ഈ പുതിയ നിയമവും പഴയ നിയമവും തമ്മിലുള്ള വ്യത്യാസത്തെപ്പറ്റി ദൈവവചനത്തിൻ്റെ പല ഭാഗത്തും വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ വേദപുസ്തകത്തിൻ്റെ 3/4 ഭാഗവും പഴയ നിയമമാണ്. ഏതാണ്ട് 25% പുതിയ നിയമമുള്ളൂ. എന്നാൽ അത് ഒരു ചരിത്രമാണ്. എന്നാൽ നിങ്ങൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പം അതിൻ്റെ 1-ാമത്തെ താളിൽ തന്നെ ഇത് എത്ര പ്രാവശ്യം എടുത്തു പറയാനും എനിക്ക് മടിയില്ല. കാരണം ഞാൻ വീണ്ടും ജനിച്ചതിന് ശേഷം 16 കൊല്ലത്തോളം എനിക്കിതിനെപ്പറ്റി അറിയത്തില്ലായിരുന്നു. ആരും എന്നെ ഇത് കാണിച്ചു തന്നില്ല. നിങ്ങൾ പഴയ നിയമത്തിൻ്റെ 3/4 ഭാഗവും വായിച്ചതിന് ശേഷം പുതിയ നിയമത്തിലേക്ക് നിങ്ങൾ വരുമ്പം അതിൻ്റെ 1-ാമത്തെ താളിൽ തന്നെ ഇപ്രകാരം പറയുന്നു. അത് യേശുവിനെ പറ്റിയാണ്. 1-ാമത്തെ താളിൽ അവൻ്റെ പേര് പറയുന്നുണ്ട്. എന്നാൽ ആ പേരിൻ്റെ അർത്ഥം ഈ 1-ാം അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്. നിങ്ങൾക്കതറിയാമോ? അത് കാണുന്നത് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം. ദൂതൻ യോസെഫിനോട് പറഞ്ഞു, നിന്റെ ഭാര്യ മറിയ ഒരു മകനെ പ്രസവിക്കും. നീ അവനെ യേശു എന്ന് വിളിക്കണം. കാരണം ഇംഗ്ലീഷിൽ അത് FOR എന്നാണ്. എന്ന് പറഞ്ഞാൽ കാരണം. എന്തുകൊണ്ടാണ് യേശു എന്ന് നിങ്ങൾ വിളിക്കുന്നത്? കാരണം പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങളും പറയാത്ത ഒരു കാര്യം അവൻ ചെയ്യും. അത് 4000 വർഷമായിട്ട് ആർക്കും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവൻ അവൻ്റെ ജനത്തെ രക്ഷിക്കും, നരകത്തിൽ നിന്നല്ല. അനേകരും പ്രസംഗിക്കുന്ന യേശു നിങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷിക്കുമെന്നാണ്. നിങ്ങൾക്കറിയാമോ വേദപുസ്തകത്തിൽ അങ്ങനെ പറയുന്നില്ലെന്ന്? മുഴുവൻ ദൈവവചനം നിങ്ങൾ വായിച്ചു നോക്ക്. യേശു നരകത്തിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു വാക്യമില്ല. അവൻ പാപത്തിൽ നിന്ന് രക്ഷിക്കുമെന്നാണ്. നിങ്ങൾ പാപത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടും. എന്നാൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ആൾ നിങ്ങൾ അന്വേഷിക്കുന്നെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടണമെന്നില്ല. കാരണം നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി പാപത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. അതുകൊണ്ട് പാപത്തിൽ നിന്ന് രക്ഷപ്പെടുന്നില്ലെങ്കിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടില്ല. അതുകൊണ്ട് യേശു എന്ന പേരിൻ്റെ അർത്ഥം, അതിൻ്റെ അർത്ഥം രക്ഷിതാവെന്നാണ്. എന്തിൽ നിന്നുള്ള രക്ഷ? നിങ്ങളുടെ പാപങ്ങളിൽ നിന്നുള്ള രക്ഷ. അതാണ് പുതിയ നിയമത്തിൻ്റെ 1-ാമത്തെ താളിൽ തന്നെ നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നത്. ഞാൻ നിങ്ങളെ മറ്റൊരു ഉദാഹരണം കാണിക്കാം. എബ്രായ ലേഖനം 11-12 അധ്യായങ്ങൾ. ഞാനിത് വളരെ ഊന്നി പറയുന്നതിന് കാരണം 47 കൊല്ലമായിട്ട് എൻ്റെ ശുശ്രൂഷയിൽ എൻ്റെ ഊന്നൽ ഈ കാര്യത്തിലാണ്. അതിന് ഒരു കാരണമുണ്ട്. അതിതാണ്, ഞാൻ വീണ്ടും ജനിച്ച ശേഷവും അനേക വർഷങ്ങൾ എൻ്റെ ജീവിതം തോൽവി അടഞ്ഞതായിരുന്നു. മറ്റനേക വിശ്വാസികളെ പോലെ എൻ്റെ ജീവിതവും ഒരു പരാജയമായിരുന്നു. പുറമേ എനിക്കൊരു നല്ല സാക്ഷ്യം ഉണ്ടായിരുന്നു. എന്നാൽ എൻ്റെ ചിന്തയിൽ, കോപത്തിൽ, നിരാശപ്പെടുന്നതിൽ, കുറ്റബോധത്തിൽ, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ, മറ്റുള്ളവരെ വിധിക്കുന്നത്, മറ്റാളുകളെ ഗൗരവമായിട്ട് എടുക്കാത്ത ഇതുപോലുള്ള കാര്യങ്ങൾ, കുറ്റം പറയുന്നത്, ദോഷം പറയുന്നത്, അനേക ക്രിസ്ത്യാനികൾ ഇതൊരു ഗൗരവമുള്ള കാര്യമായി കരുതുന്നില്ല. ഇതെല്ലാം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ തന്നെ പുറമേ എനിക്കൊരു നല്ല ജീവിതം ഉണ്ടായിരുന്നു. ഇത് ഒരു പാപമാണെന്ന് മനസ്സിലാക്കാനായിട്ട് അനേക വർഷങ്ങൾ എനിക്ക് വേണ്ടി വന്നു. യേശുവിൻ്റെ പേരിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ. എന്നാൽ പിന്നെ ദൈവവചനം വായിക്കുന്നിടത്തൊക്കെ ഞാനിത് കാണാൻ തുടങ്ങി. നമുക്ക് എബ്രായർ 11 പോകാം. ഈ ഭാഗം എനിക്ക് ജീവനുള്ള ഒരു കാര്യമായിട്ട് മാറി. ഈ ലേഖനം എഴുതിയത് അത് പരിശുദ്ധാത്മാവാണ്. ഞാൻ ഓർക്കുന്നു, 48 വർഷം മുമ്പ് കർത്താവ് എന്നെ പ്രത്യേക തരത്തിൽ തൻ്റെ ആത്മാവ് കൊണ്ട് നിറച്ചപ്പം ഞാൻ പറഞ്ഞു, ഇത് യഥാർത്ഥത്തിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകമാണെങ്കിൽ അതെൻ്റെ ജീവിതത്തിൽ പുതിയ നിയമം എനിക്കൊരു പുതിയ പുസ്തകമായി തീരണം. ഇതിനു മുമ്പ് 16 കൊല്ലം ഞാൻ ഈ പുസ്തകം വായിക്കുമായിരുന്നെങ്കിലും പരിശുദ്ധാത്മാവ് എന്നെ ആത്മാവ് കൊണ്ട് നിറച്ചപ്പോൾ ഇതൊരു പുതിയ പുസ്തകമായി. എന്നെ നിങ്ങൾ വിശ്വസിക്കൂ. നിങ്ങൾ ശരിക്കും ആത്മാവ് കൊണ്ട് നിറഞ്ഞെങ്കിൽ
മുമ്പ് നിങ്ങൾ ഒരിക്കലും കാണാത്ത കാര്യങ്ങൾ ദൈവവചനത്തിൽ നിങ്ങൾ കാണും. അങ്ങനെയായിരുന്നു എനിക്ക്. പരിശുദ്ധാത്മാവ് എൻ്റെ കണ്ണ് തുറന്നതിന് ശേഷമാണ് ഇന്ന് എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കിയത്. എബ്രായ ലേഖനം 11 അധ്യായം വളരെ അത്ഭുതകരമായ കാര്യങ്ങളാണ് പറയുന്നത്. അത് മുഴുവനും പഴയ നിയമമാണ്. ഒരു മനുഷ്യൻ ഇതുപോലെയുള്ള പുറമേയുള്ള കാര്യങ്ങളാൽ വെല്ലുവിളിക്കപ്പെടുന്നെങ്കിൽ അവൻ പുറമേയുള്ള കാര്യങ്ങളുടെ പിന്നാലെ പോകും. ഈ കാര്യങ്ങളെല്ലാം സംഭവിച്ച് വിശ്വാസമുള്ള ചിലർക്കാണ്. എന്നാൽ അവരുടെ വിശ്വാസം മറ്റൊരു തരത്തിലുള്ളതായിരുന്നു. പഴയ നിയമ വിശ്വാസം അത് ചെങ്കടലിനെ പിളർക്കാനുള്ള വിശ്വാസമാണ്. എരിഹോ മതിൽ ഇടിക്കുന്ന വിശ്വാസം, 100 വയസ്സുള്ളപ്പോൾ ഒരു മകൻ ജനിക്കുന്ന വിശ്വാസം, എല്ലാം മനോഹരമായ കാര്യങ്ങളാണ്. എന്നാൽ ഇതിൻ്റെ എല്ലാം അവസാനം നാം വായിക്കുന്നത് 40 വാക്യത്തെ നിങ്ങൾ വായിക്കുന്നത് ദൈവം നമുക്ക് നല്ലതൊന്ന് മുൻകരുതിയിരിക്കുന്നു എന്നാണ്. എന്താണ് ആ നല്ലത്? എബ്രായർ 11 എഴുതിയിരിക്കുന്ന എല്ലാ കാര്യത്തെക്കാളും മെച്ചപ്പെട്ടതെന്ന്. എബ്രായ ലേഖനം 11 അധ്യായത്തിൻ്റെ അവസാന വാക്യം, നിങ്ങളെ ആശ്ചര്യപ്പെടുന്ന ഈ കാര്യത്തിനെല്ലാം അപ്പുറത്ത് ദൈവം മെച്ചപ്പെട്ട ഒരു കാര്യം നമുക്കായിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, അമാനുഷികമായ കാര്യങ്ങൾ കാണാനാണ് ക്രിസ്ത്യാനികൾക്ക് ഇഷ്ടം. രോഗസൗഖ്യം, ഈ രോഗശാന്തി ശുശ്രൂഷ നടക്കുന്നിടത്താണ് വലിയ ആൾക്കൂട്ടം വരാറുള്ളത്. എന്നാൽ 99.9% ആളുകൾ സൗഖ്യപ്പെടുന്നില്ല. അതൊരു തട്ടിപ്പാണ്. രോഗസൗഖ്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, ഞാനത് അനുഭവിച്ചിട്ടുണ്ട്, സൗഖ്യമാകുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളിലല്ല. അതല്ല പ്രധാനപ്പെട്ട കാര്യം. പാപത്തെ ജയിക്കുന്നതിനെപ്പറ്റി നാം ഒരു മീറ്റിങ്ങിൽ പ്രസംഗിച്ചാൽ അവിടെ ആയിരക്കണക്കിന് ആളുകൾ വരികയില്ല. ക്രിസ്ത്യാനികൾ പോലും രോഗശാന്തി പറയുന്നിടത്ത് പോകും, എന്നാൽ പാപത്തെ ജയിക്കണമെന്ന് പറയുന്നിടത്ത് അവർ പോകുകയില്ല. ഇവിടെ അമാനുഷികമായ കാര്യങ്ങൾ നടക്കാൻ പോകുകയാണെന്ന് പറഞ്ഞാൽ അവരവിടേക്ക് പോകും. എബ്രായർ 11 അമാനുഷിക കാര്യങ്ങളാണ് മുഴുവനും പറയുന്നത്. എന്നാൽ അതിൻ്റെ അവസാന വാക്യം പറയുന്നത് ഇതിലും മെച്ചപ്പെട്ട ഒരു കാര്യം ദൈവത്തിൻ്റെ ഉണ്ടെന്നാണ്. ഇങ്ങനെ അമാനുഷിക കാര്യങ്ങൾ കാണുന്നതിൽ തൃപ്തനാകാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്താണ് മെച്ചപ്പെട്ട കാര്യം? ഇവിടെ അവൻ ആദ്യം പറയുന്നത് പാപത്തെ പറ്റിയാണ്. 11 അധ്യായത്തിൽ എങ്ങും പാപത്തെപ്പറ്റി പറയുന്നില്ല. എന്നാൽ ദൈവം നമുക്ക് നല്ലതൊന്ന് മുൻകരുതിയിരിക്കുന്നു പറഞ്ഞ ഉടനെ എബ്രായ ലേഖനം 12 അധ്യായത്തിൻ്റെ 1 വാക്യത്തിൽ വായിക്കുന്നത്, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് യേശുവിനെ നോക്കാനാണ്. നിങ്ങൾക്കറിയാം, പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാ കാര്യത്തെക്കാളും മെച്ചപ്പെട്ടത് ഇതാണെന്ന്. എബ്രായർ 11 എഴുതിയിരിക്കുന്ന എല്ലാത്തിനേക്കാളും മെച്ചപ്പെട്ടത്, മരിച്ചവരെ ഉയർപ്പിക്കുന്നതിൽ നല്ലത്, ചെങ്കടൽ വളർത്തുന്നതിനേക്കാൾ, എല്ലാത്തിനേക്കാളും പഴയ നിയമത്തിൽ ആര് അനുഭവിച്ച ഏത് കാര്യത്തെക്കാളും വളരെ മെച്ചപ്പെട്ടത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, പഴയ നിയമത്തിലെ ഏറ്റവും വലിയ മനുഷ്യൻ എബ്രായർ 11 അവനെക്കുറിച്ച് പറയുന്നില്ല, അത് സ്നാപക യോഹന്നാനാണ്. മത്തായി 11 യേശു അത് പറയുന്നുണ്ട്. യേശുവിൻ്റെ ആ സമയം വരെ ജീവിച്ചിരുന്ന ഏത് മനുഷ്യനേക്കാളും വലിയവൻ അത് യോഹന്നാൻ സ്നാപകനായിരുന്നു. അവനെ ഇവിടെ പരാമർശിക്കുന്നില്ല, കാരണം അവനൊരു അത്ഭുതം ചെയ്തില്ല. എന്നാൽ അവൻ മാനസാന്തരം പ്രസംഗിച്ചു. എന്നാൽ മത്തായി 11 യേശു പറഞ്ഞു, സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനാണ് പഴയ നിയമത്തിൽ ജീവിച്ച ഏറ്റവും വലിയ മനുഷ്യനേക്കാൾ വലിയവനെന്ന്. യോഹന്നാൻ സ്നാപകനേക്കാൾ നിങ്ങളെ വലുതാക്കുന്ന ആ കാര്യം എന്താണ്? അതിനൊരു കാരണമേ ഉള്ളൂ. യോഹന്നാൻ സ്നാപകന് പാപത്തിന്മേൽ ജയം പ്രാപിക്കാൻ കഴിഞ്ഞില്ല. അവൻ്റെ ചിന്തയിൽ അവൻ ഒരിക്കലും വ്യഭിചാരം ചെയ്തില്ല, പണത്തിന് പിന്നാലെ ഒരിക്കലും പോയില്ല, അവൻ ഒരിക്കൽ പോലും സ്ത്രീകളെ മോഹിച്ചുകൊണ്ട് അവരുടെ പിന്നാലെ പോയില്ല, മനുഷ്യൻ്റെ മാനം ആഗ്രഹിച്ചില്ല. അനേക ക്രിസ്ത്യാനികളും ഇതിന് പിന്നാലെ പോകുന്നവരാണ്. എന്നാൽ യോഹന്നാൻ സ്നാപകൻ ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല. അവൻ ലോകത്തിൻ്റെ മാനം ആഗ്രഹിച്ചില്ല, ലോകത്തെ സമ്പത്തോ അതിൻ്റെ മൂല്യങ്ങളെ ഒന്നും. പിന്നെ ഒരു ക്രിസ്ത്യാനി എങ്ങനെയാണ് അവനേക്കാൾ വലിയവനാകുന്നത്? അത് ഒരു കാര്യത്തിൽ മാത്രമാണ്, പാപത്തിൻ്റെ ആ മേഖല. അതിവിടെ പ്രത്യേകമായിട്ട് പരാമർശിക്കുന്നില്ലെങ്കിലും ഞാൻ വിശ്വസിക്കുന്ന യോഹന്നാൻ സ്നാപകന് തൻ്റെ ആന്തരിക ജീവിതത്തിൽ പാപത്തെ ജയിക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം പഴയ നിയമത്തിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനും തൻ്റെ ആന്തരിക ജീവിതത്തിൽ പാപത്തെ ജയിക്കാൻ കഴിയുമായിരുന്നില്ല.